ഒരു പ്രേക്ഷകൻ കൂടി പ്രതികരിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് സുകുമാരൻ, താങ്കൾക്ക് പറയാനുള്ളത് പെട്ടെന്ന് പറയാം. സാറേ, എനിക്ക് ഈ മോഹൻ സാറ് നല്ല ഇഷ്ടമാണ്. ഏതാ? മോഹൻ സാറിനെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അയാൾ സത്യസന്ധമായിട്ട് പറയുന്ന ഒരു ആളാണ്. ഓഹോ, ഓക്കെ. സത്യസന്ധമായിട്ട് പറയുന്ന ഒരാളാണ്. ആ, അതുകൊണ്ട് ഇത് ഇടപെട്ടത് കാന്തപുരാണോ അല്ല ഉമ്മൻചാണ്ടിയുടെ മോനാണോ അല്ല ആണോ എന്നറിഞ്ഞ കൊള്ളാമല്ലോ. മോഹനത്തിന് നിർത്തിവെച്ചത് ആരാണ് ഇടപെട്ടതെന്നല്ലേ? അതെ 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 സാറേ, അതെ. സുകുമാരൻ, എല്ലാവരും അവകാശവാദം ഉന്നയിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സാറേ. മോഹൻ സാറാകുമ്പോൾ അതിന് കൃത്യമായിട്ട് പറഞ്ഞുതരും. അതെ, ആ ഓക്കെ. കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ ഇനി? വേറൊന്നും പറയുന്നത് സാറേ. അല്ല, ഇതിനെപ്പറ്റി മോചനം ഉണ്ടാവുമോ എന്നുണ്ടെങ്കിൽ കൂടെ അറിഞ്ഞാൽ കൊള്ളാമല്ലോ. മോചനം ഉണ്ടാകുമോ എന്നുള്ള, അല്ലേ, അതിന് എത്രത്തോളം സാധ്യത ഉണ്ട് എന്ന്. യെസ്, നമുക്ക് അതുകൂടി ആരായാം. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളെ അയക്കണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ, അതുപോലെ കാന്തപുരത്ത് നിന്ന് 2 പേർ, അങ്ങനെ ഒരു ടീം സന്ധി സംഭാഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ സുഗമമായി നടക്കുമോ? നിമിഷപ്രിയക്ക് മോചനം ലഭിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രേക്ഷകർ ആവർത്തിച്ച് ചോദിക്കുന്നതും അതുതന്നെയാണ്, മോചനം സാധ്യമാണോ എന്നുള്ളതാണ്. അതിനൊരു മറുപടി ഞാൻ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് പോവുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ വധിക്കപ്പെട്ട തലാലിൻ്റെ സഹോദരൻ അബ്ദുൾ ഫത്താബ് മെഹദി കട്ടായം പറഞ്ഞിരിക്കുകയാണ്, ഇനി ആര് പറഞ്ഞാലും ഒരു രക്ഷയില്ല, വധശിക്ഷ നടപ്പിലാക്കും, അതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന്. മാത്രമല്ല, ഞാൻ നേരത്തെ താങ്കളോട് പറഞ്ഞല്ലോ, ഈ വധശിക്ഷയുടെ ഡേറ്റ് അത് പുറത്ത് വിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അത് രഹസ്യമാക്കി വെക്കുന്നു എന്ന്. ഇതുമായിട്ട് ബന്ധമുള്ള ഒരു വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതാണ്. ഇപ്പോൾ ഈ പ്രേക്ഷകർ ചോദിച്ചതുപോലെ, ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് സുകുമാരൻ ചോദിച്ചതുപോലെ, ഇത് നടക്കുമോ എന്നുള്ളതാണ്. അതിനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. കൃത്യമായി ശ്രീ അനിൽ, കൃത്യമായി യമനിൽ നിന്ന് ഒരു വിവരം വെളിയിൽ വരണമെങ്കിൽ അത് ഒരു വികസിത ലോകത്ത് നിന്ന്, അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ യൂറോപ്യൻ സമൂഹത്തിലെ ഏതെങ്കിലും രാജ്യത്ത് നിന്നോ വെളിയിൽ വരുന്നത് പോലെ ആധികാരിക സ്വഭാവം ഉണ്ടാവില്ല. കാരണം ഒരുതരം അയൺ കാർട്ടൻ ആണ്. ഇപ്പൊ ചൈനയിലോ റഷ്യയിലോ ഉള്ളതുപോലെ അല്ലെങ്കിൽ പോലും മറ്റൊരു രീതിയിലുള്ള ഒരു അയൺ കാർട്ടൻ സംവിധാനമാണ് യമനുള്ളിലുള്ളത്. മാത്രമല്ല, അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകൾ, നമ്മളൊരു കാര്യം അനലൈസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഫാക്ച്വൽ കണ്ടന്റ് കൂടി എടുക്കേണ്ടതുണ്ട്. ക്ലെയിംസ് മാത്രം, എത്രയോ ക്ലെയിംസ് ആണ് വന്നിരിക്കുന്നത്. ഇതാ വിട്ടു തന്നിരിക്കുന്നു, അതെനിക്ക് ഉറപ്പുകൾ നൽകി എന്നെല്ലാം പറയുമ്പോൾ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാം ഇത് ക്ലെയിംസ് ആണ്. ഈ ക്ലെയിംസ് എല്ലാം തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണ്. അതാണ് ഒരു പക്ഷേ ഈ മെഹദി സഹോദരനെ, അല്ലെങ്കിൽ പിന്നെ അബ്ദുൾ മെഹദി ഫത്തായെ ചൊടിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് സഹോദരൻ ഒരു കീ പ്ലെയർ, ഇപ്പൊ രണ്ട് വ്യക്തികളിലേക്കാണ്, ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന നിലയിൽ 2 വ്യക്തികളിലേക്കാണ് ആത്യന്തികമായി കണ്ണുകൾ പായേണ്ടത്. അത് ഒന്ന് നിമിഷപ്രിയയുടെ അമ്മ, 2 തലാലിന്റെ ബ്രദർ. അപ്പൊ ഈ 2 പേര് പൂർണ്ണമായി പരസ്പരം മാപ്പ് ചോദിച്ചുകൊണ്ട് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയും മാപ്പ് നൽകിക്കൊണ്ട് തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്തായും വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഞൊടിയിടയിൽ നടക്കും. എത്ര ദിയാധനമാണ് നൽകേണ്ടത്, ഇതെല്ലാം ഞൊടിയിടയിൽ നടക്കും. നേരത്തെ ഒരു ചോദ്യം വന്നു, ഈ ദിയാധനം ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കാനാവുമോ? അത് സാധിക്കില്ല എന്നതുകൊണ്ടാണ് മറ്റൊരു ട്രാക്കിലേക്ക് എംബസി വഴി കൈമാറി എന്ന് പറയുമ്പോഴും അത് ദിയാധനമായിരുന്നില്ല. ഈ $40,000 ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിനുള്ള മറ്റു ചെലവുകളും എല്ലാം ചേർന്നതാണ്. അപ്പൊ അതിനുള്ള കൃത്യമായ കണക്കുകൾ ഇപ്പോൾ ചോദിക്കുകയാണ് കേരളത്തിൽ ഇരുന്നു കൊണ്ട്. ഇതെല്ലാം അലോസരപ്പെടുത്തുന്നത് ഈ മെഹദി ഫാമിലിയെ തന്നെയാണ്. തലാലിന്റെ കുടുംബ അംഗങ്ങളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. അവരവിടെ വിചാരണ നേരിടുകയാണ്. വിചാരണ കോടതിയുടെ അല്ല, അവരുടെ ഗോത്രത്തിന്റെ വിചാരണ നേരിടുകയാണ്. ഒരു ധാർമ്മികമായ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെ, ബ്ലഡ് മണി വാങ്ങി സെറ്റിൽ ചെയ്യാന്ന് പറയുന്നതല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല. അല്ല, അവർക്ക് ചിന്തിക്കാൻ പറ്റും. അവർക്ക് ആത്യന്തികമായി ചിലപ്പോൾ അത് ചെയ്തിരിക്കും. അത് ബ്ലഡ് മണി വാങ്ങി റിലീസ് ചെയ്യുകയല്ല, ദയാപൂർവം ഇത് റിലീസ് ചെയ്യാൻ, മാപ്പ് കൊടുക്കാൻ തീരുമാനമെടുക്കുകയും
പിന്നീട് ഒരു തുക അവരെ ഏൽപ്പിക്കുക, അത് വിഷമത്തോടു കൂടി കൈപ്പറ്റുക. ഇത്രയും മാത്രം ഇതേ ഉള്ളൂ. അതിന് നമ്മളൊക്കെ കൊടുക്കുന്ന ഒരു ബിസിനസ് കണ്ണോടുകൂടി കുറെ പണം സ്വീകരിക്കാനുള്ള വ്യഗ്രതയിൽ ഫാമിലി മാപ്പ് കൊടുത്തു എന്ന ഒരു പരിപ്രേക്ഷ്യമാണ് ഇവിടെ നൽകുന്നത്. അതല്ല അതിന്റെ ഉദ്ദേശവും, അങ്ങനെ തന്നെയല്ല. ഇവിടെ നമ്മൾ ഇരുന്നു കൊണ്ട് കൃത്യമായ നിയമവാഴ്ചയുള്ള രാജ്യമാണല്ലോ ഭാരതം. എ വി ഡൈസിയുടെ ഒരു പുസ്തകത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരു ചിന്ത, അത് ബ്രിട്ടീഷ് സംവിധാനത്തെ നയിക്കുന്ന ചിന്ത, അതുതന്നെയാണ്. ആ ഒരു നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ഈ രണ്ടു തരം നിയമങ്ങളിൽ എല്ലാവരും ഒരേ തരം കോടതിക്കും ഒരേ തരം നിയമത്തിനും ഒരുപോലെ ബാധകമാണ്. മത നിയമങ്ങളൊന്നും അല്ല, മറിച്ച് നാടിന്റെ നിയമം ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ മാത്രമാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുക. അതിനുപരിയായി നിയമവ്യവസ്ഥയും അതിനുള്ളിൽ നിന്നുകൊണ്ട്, ആ ഫ്രെയിമിനുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ നിയമവ്യവസ്ഥ നടക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഒരു മതഘടന അവിടെ വരുമ്പോൾ അവിടെ നാടിന്റെ മറ്റൊരു നിയമം അവിടെ വരുന്നില്ല. അതുകൊണ്ടാണ് യമൻ സർക്കാരിന് അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലാതെ പോകുന്നു. അവിടുത്തെ ജനങ്ങളുടെ പ്രത്യേകിച്ച് ട്രൈബൽ പോപ്പുലേഷന്റെ ചില പ്രൈമോഡിയൽ ലോയൽറ്റീസ് ഉണ്ട്. അപ്പൊ അവിടെ ആ ശരിയ നിയമം, ആ നിയമം അനുശാസിക്കുന്ന ഒരു മാർഗമാണ് കൊല്ലപ്പെടുന്ന ആളിന്റെ കുടുംബ അംഗങ്ങൾക്ക് വേണമെങ്കിൽ മാപ്പ് നൽകാം. ഇവിടെ ഇന്ത്യയിൽ അങ്ങനെയല്ല, മറ്റു പല രാജ്യങ്ങളും വികസിത ലോകത്തൊന്നും അങ്ങനെയല്ല. അപ്പൊ ഇത് ഇസ്ലാമിക നിയമമനുസരിച്ച്, ശരീഅത്ത് നിയമമനുസരിച്ച് ഉള്ള ഒരു പ്രത്യേക അവസ്ഥയാണ്. അപ്പൊ അത് ലംഘിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നിന്നുകൊണ്ട് നടക്കുന്നത്. കാരണം അതിനെ ഏത് രീതിയിൽ ഇതിനെ റൗണ്ട് ബൗട്ടായി പോയിക്കൊണ്ട് നിർബന്ധിച്ച് പ്രലോഭിപ്പിച്ച് വലിയ രീതിയിൽ സമ്മർദ്ദപ്പെടുത്തി ആ ഒരു നിയമത്തിന്റെ ആ ഒരു പഴുത്, ഇതൊരു പഴുതാണ്, ആ പഴുത് ഉപയോഗിക്കുക എന്നതാണ്. അത് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മുഴുവൻ, ഒരു ജനത മുഴുവൻ, കേരള സംസ്ഥാനം മുഴുവൻ, മലയാളികൾ മുഴുവൻ തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. നിമിഷപ്രിയ ചെയ്ത തെറ്റിന്റെ ഒരു കാഠിന്യമോ അതിനെക്കുറിച്ചുള്ള വിചാരണയോ അല്ല കേരള സമൂഹം നടത്തേണ്ടതും അതല്ല. പക്ഷേ അവിടെയും വളരെ ദുഃഖകരമായ ഒരു കാര്യമുണ്ട്. നിമിഷപ്രിയയ്ക്ക് ശിക്ഷ ലഭിക്കേണ്ടതാണ്. അത് എന്തുകൊണ്ട് അത് അംഗീകരിച്ചുകൂടാ എന്ന രീതിയിൽ ചില വിഭാഗങ്ങളിൽ നിന്ന് സംസാരമുണ്ട്. അപ്പൊ അവിടുത്തെ നിയമം തങ്ങൾക്ക് സ്വീകാര്യമായ ചില കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെ പറയുകയും, അത് ഏട്ടിലപ്പടി പായറ്റിലിപ്പിടി എന്ന് പറയുന്നതൊന്നും അത്ര ശരിയായ കാര്യങ്ങളല്ല. പക്ഷെ ഇവിടെ ആർജവം കാട്ടേണ്ടത്, വീണ്ടും ഞാൻ പറയുന്നു, 2 പേരാണ്, 2 കുടുംബങ്ങളാണ്, നിമിഷപ്രിയയുടെ കുടുംബവും തലാലിന്റെ കുടുംബവും. അതിന് സാധിക്കുന്ന രീതിയിൽ സാഹചര്യങ്ങൾ ഒരുക്കാൻ മാത്രമേ തേർഡ് പാർട്ടി ഇനിഷ്യേറ്റീവ്സിന് കഴിയൂ. തേർഡ് പാർട്ടി ഇനിഷ്യേറ്റീവ്സ് വേണ്ട എന്ന് പറയുന്ന ഒരാളല്ല ഞാനെന്ന് ഓർക്കണം. ഒരിക്കലും വേണ്ട എന്ന് പറയുന്നില്ല. ഈ പറയുന്ന മതപണ്ഡിതന്മാരുൾപ്പെടെ, സൂഫി വര്യന്മാരുൾപ്പെടെ ആ തേർഡ് പാർട്ടി ഇനിഷ്യേറ്റീവുമായി ട്രൈബൽ നേതാക്കളെ കാണുന്നുണ്ടെങ്കിൽ, ഈവൻ കുടുംബാംഗങ്ങളെ കാണുന്നുവെങ്കിലും അത് ഒക്കെയാണ്, ചെയ്തോട്ടെ. പക്ഷെ ആത്യന്തികമായി പന്ത് ഒറ്റ ആളിന്റെ അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ കോർട്ടിലാണ്, അത് തലാലിന്റെ ഫാമിലിയുടെ കോർട്ടിലാണ്. അത് സാധിച്ച് മോചനം സാധ്യമാകുമ്പോഴാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് എന്ത് ചെയ്യാനാവും എന്ന്. അതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ ഏജൻസ് ഒന്നും വെട്ടപ്പെട്ടിട്ടില്ല, വെളിപ്പെടുത്തിയിട്ടില്ല, വെളിപ്പെടുത്താനാവില്ല. കാരണം ഔപചാരികമായ നയതന്ത്ര ബന്ധം ഇല്ലാത്ത ഇടത്ത് നടത്തുന്ന അനൗപചാരികമായ ഇടപെടലുകളെ കുറിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയോ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയോ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന വരാനാവില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. പക്ഷെ അതിനർത്ഥം ഇവിടെ പ്രവർത്തനമില്ല എന്നല്ല എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. അവിടെയാണ് അത് പ്രാധാന്യം. അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും മോചനം സാധ്യമാകണമെങ്കിൽ അൾട്ടിമേറ്റ്ലി ദി വർക്ക് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഷുഡ് ബി അബ്സല്യൂട്ട്ലി റിക്വയർഡ്. അല്ല എങ്കിൽ അത് ബുദ്ധിമുട്ടായി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്.